അപ്പോ നിങ്ങളൊന്ന് സങ്കൽപ്പിക്കുക. അതായത് നിങ്ങൾക്ക് 104 വയസ്സുണ്ട്. വലിയൊരു പ്രായം തന്നെ. അതെ. എന്നിട്ടും നിങ്ങൾ കണ്ണട പോലുമില്ലാതെ പത്രം വായിക്കുന്നു. വൈകുന്നേരങ്ങളിൽ സുഹൃത്തുക്കളുടെ കൂടെ ഗേറ്റ് ബോൾ കളിക്കുന്നു. പിന്നെ സ്വന്തമായി കൃഷിയും ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ ഇതൊരു സിനിമയിലെ സീൻ പോലെയുണ്ട് കേൾക്കാൻ. ശരിയാണ്. പക്ഷേ ഇതൊരു ഫാന്റസിയല്ല. ജപ്പാനിലെ ഒക്കിനാവ എന്ന ദ്വീപിലെ വളരെ സാധാരണമായ ഒരു കാഴ്ചയാണിത്. അവിടെ 100 വയസ്സ് തികഞ്ഞവർ ഒരുപാട് പേരുണ്ട്. അതെയോ? നമ്മളൊക്കെ സാധാരണ വാർദ്ധക്യത്തെ കാണുന്നത് ഒരു യന്ത്രം കേടാകുന്ന പോലെയാണല്ലോ. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. പ്രായമാകുമ്പോൾ രോഗങ്ങൾ വരും, ഓർമ്മശക്തി കുറയും, കിടപ്പിലാകും എന്നൊക്കെയാണല്ലോ നമ്മൾ വിശ്വസിക്കുന്നത്. അതെ. എന്നാൽ ഈ ധാരണകളെ മുഴുവൻ തിരുത്തിക്കുറിക്കുന്ന ഒരു ആഴത്തിലുള്ള പഠനമാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. ഇതിനായി നമ്മൾ ആശ്രയിക്കുന്നത് പ്രശസ്തമായ ഇക്കിഗായ് എന്ന പുസ്തകവും പിന്നെ ലോകത്തിലെ ബ്ലൂ സോണുകളെക്കുറിച്ചുള്ള ശാസ്ത്രീയ വിവരങ്ങളുമാണ്. അപ്പോ ഈ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു പ്രധാന കാര്യം, ദീർഘായുസ് എന്നത് വെറുതെ രാവിലെ എഴുന്നേറ്റ് ഓടാൻ പോകുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡയറ്റ് പിടിക്കുന്നതുകൊണ്ടോ മാത്രം കിട്ടുന്ന ഒന്നല്ല എന്നതാണ്. അതെ, അത് വെറുമൊരു ശാരീരിക ആരോഗ്യം മാത്രമല്ല. ഇതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ആ എസ്കേപ്പ് വെലോസിറ്റി ഓഫ് ഏജിംഗ് എന്നൊരാശയമാണ്. ശാസ്ത്രജ്ഞനായ റേ കുർസ്വേൽ അവതരിപ്പിച്ച ഭയങ്കര കൗതുകരമായ ഒരു കാര്യമാണിത്. ഓ, ആ രൂപകം ഈ സ്രോതസ്സുകളിൽ വിശദീകരിക്കുന്നത് വളരെ രസകരമാണ്. അതായത്, നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, ഭാവിയിൽ കുറച്ചകലെയുള്ള ഒരു ബോർഡിൽ നിങ്ങളുടെ മരണത്തിന്റെ വയസ്സ് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ജീവിക്കുന്ന ഓരോ വർഷവും ആ ബോർഡിനടുത്തേക്ക് നിങ്ങൾ നടന്നെടുക്കുകയാണ്. ആ ബോർഡിനടുത്തെത്തുമ്പോൾ നിങ്ങളുടെ ആയുസ് അവസാനിക്കും. എന്നാൽ ആ ബോർഡ് ഒരു മുയൽ പിടിച്ചുകൊണ്ട് ഭാവിയിലേക്ക് നടക്കുകയാണെങ്കിലോ? നിങ്ങൾ ജീവിക്കുന്ന ഓരോ വർഷവും ആ മുയൽ അരവർഷം ദൂരേക്ക് നടന്നു പോകുന്നു. എങ്കിലും കുറച്ചുകാലം കഴിയുമ്പോൾ നിങ്ങൾ ആ മുയലിനെ പിടിക്കും. ശരിയാണ്. എന്നാൽ സാങ്കേതികവിദ്യയുടെ കുതിച്ചുചാട്ടം കാരണം നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ വർഷത്തിനും സമാനമായി ആ മുയലിനും ഒരു വർഷം മുന്നോട്ട് നടക്കാൻ കഴിഞ്ഞാലോ? നിങ്ങൾക്കൊരിക്കലും ആ മുയലിനെ പിടിക്കാൻ കഴിയില്ല. എന്നുവെച്ചാൽ ആയുർദൈർഘ്യം അങ്ങനെ നീണ്ടുപോകും. ആ മുയൽ എത്ര വേഗത്തിൽ നടക്കുന്നു എന്നത് നമ്മുടെ വൈദ്യശാസ്ത്രത്തിന്റെ വളർച്ചയാണ് കാണിക്കുന്നത്. നമ്മുടെ DNA ഘടന മാറ്റാനും ആ പ്രായമാകുന്ന പ്രക്രിയയെ പതുക്കെയാക്കാനുള്ള സാങ്കേതിക വിദ്യകൾ ഇപ്പോൾ പരീക്ഷണഘട്ടത്തിലാണ്. അതൊക്കെ വലിയ കാര്യങ്ങൾ. പക്ഷെ എനിക്കൊരു സംശയമുണ്ട്. ചോദിക്കൂ. ഈ പറയുന്ന കോടികൾ വിലമതിക്കുന്ന സാങ്കേതിക വിദ്യകളൊന്നുമില്ലാതെ തന്നെ ലോകത്ത് ചില സ്ഥലങ്ങളിൽ ആളുകൾ ഒരുപാട് കാലം ജീവിക്കുന്നുണ്ടല്ലോ. ഡാൻ ബ്യൂട്ട്നർ ഇതിനെ ബ്ലൂ സോണുകൾ എന്ന് വിളിക്കുന്നില്ലേ? അതെ. ഇറ്റലിയിലെ സാർഡീനിയ, കോസ്റ്റാറിക്കയിലെ നിക്കോയ, പിന്നെ നമ്മുടെ ജപ്പാനിലെ ഒക്കിനാവ. അപ്പൊ ഈ പ്രദേശങ്ങളിൽ ജീവിക്കുന്നവർക്ക് എന്നുവെച്ചാൽ അവർക്ക് ജനിതകപരമായ എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ? പൂർവികർക്ക് നല്ല ആയുസ്സുള്ളതുകൊണ്ട് അവർക്കും അത് കിട്ടുന്നതാണോ? അതൊരു നല്ല ചോദ്യമാണ്. പക്ഷേ ശാസ്ത്രലോകം ഇത് പഠിച്ചിട്ട് പറയുന്നത് ജീനുകൾക്ക് ഇതിൽ വലിയ പങ്കില്ല എന്നാണ്. എപ്പിജെനറ്റിക്സ് എന്നാണ് ആ ശാസ്ത്രശാഖയുടെ പേര്. എന്നുവെച്ചാൽ? അതായത് ജീനുകൾ ഒരു തോക്കുപോലെയാണ്. പക്ഷേ ആ തോക്കിന്റെ കാഞ്ചി വലിക്കുന്നത് നമ്മുടെ ജീവിത രീതികളാണ്. ഓ, അപ്പൊ ജീവിതശൈലി മാറിയാൽ ആയുസ്സും കുറയോ? തീർച്ചയായും. ഒക്കിനാവയിലെ ആളുകൾ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കുടിയേറുകയും അവിടത്തെ ഭക്ഷണരീതികളും ശീലങ്ങളും പിന്തുടരുകയും ചെയ്തപ്പോൾ അവരുടെ ആയുർദൈർഘ്യം പെട്ടെന്ന് കുറഞ്ഞതായി ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട്. അതെയോ? അപ്പോ അവരുടെ രഹസ്യം DNA-യിലല്ല, അവരുടെ ദൈനംദിന ശീലങ്ങളിലാണ്. കൃത്യം. അവരുടെ രക്തം പരിശോധിച്ചപ്പോൾ കോശങ്ങളെ പ്രായമാക്കുന്ന ഫ്രീ റാഡിക്കലുകളുടെ അളവ് വളരെ കുറവാണെന്നാണ് കണ്ടത്. ഒരു മിനിറ്റ്, ഈ ഫ്രീ റാഡിക്കലുകൾ, ഓക്സിഡേഷൻ എന്നൊക്കെ പറയുന്നത് ഈ ഇരുമ്പ് തുരുമ്പെടുക്കുന്നത് പോലെയുള്ള ഒരു പ്രക്രിയയാണോ ശരീരത്തിൽ നടക്കുന്നത്? അതെ, അതുതന്നെയാണ് സംഭവിക്കുന്നത്. നമ്മളൊരു ആപ്പിൾ മുറിച്ചു വെച്ചാൽ അത് കുറച്ചു കഴിയുമ്പോൾ തവിട്ട് നിറമാകുന്നത് കണ്ടിട്ടില്ലേ? ഉവ്, അത് കാറ്റുകൊള്ളുമ്പോഴല്ലേ? അതെ, അത് ഓക്സിജനുമായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. സമാനമായ ഒരു പ്രക്രിയ നമ്മുടെ ശരീരത്തിലും നടക്കുന്നുണ്ട്. നമ്മൾ ഭക്ഷണം ദഹിപ്പിക്കുമ്പോൾ ഉപോൽപ്പന്നങ്ങളായി ഉണ്ടാകുന്നതാണ് ഈ ഫ്രീ റാഡിക്കലുകൾ. അപ്പോ ഇത് നമ്മുടെ കോശങ്ങളെ ആക്രമിക്കുമോ? നിരന്തരം ആക്രമിക്കും. ഈ കേടുപാടുകൾ അടിഞ്ഞുകൂടുമ്പോഴാണ് തൊലി ചുളിയുന്നതും നമ്മൾക്ക് പ്രായമാകുന്നതും. ഒക്കിനാവക്കാരുടെ ജീവിതശൈലി ഈ കോശങ്ങളുടെ തുരുമ്പെടുക്കൽ പ്രക്രിയയെ വളരെ പതുക്കെയാക്കുന്നു. അപ്പോ ആ ശാരീരികമായ രഹസ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടക്കാം. അവരുടെ ഭക്ഷണരീതി പരിശോധിച്ചാൽ ആ ഹാരഹാച്ചി ബൂ
എന്നൊരു വിചിത്രമായ ജാപ്പനീസ് തത്വം സ്രോതസ്സുകളിൽ കാണാം. അതെ. വയറ് 80% നിറയുമ്പോൾ ഭക്ഷണം നിർത്തുക എന്നാണിതിനർത്ഥം. ഇതൊരു അപ്രായോഗികമായ കാര്യമല്ലേ? അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, നമ്മുടെ നാട്ടിലൊക്കെ സദ്യ ഉണ്ണുമ്പോൾ വയറ് നിറയുന്നതുവരെ കഴിക്കുക എന്നതാണല്ലോ ഒരു രീതി. കഴിച്ചതിനു ശേഷം എഴുന്നേൽക്കാൻ വയ്യാത്ത അവസ്ഥ വരുന്നത് ഒരു സന്തോഷമല്ലേ? അതെ, നമ്മുടെയൊക്കെ ശീലം അതാണല്ലോ. ഈ 80% എന്നു പറയുമ്പോൾ എപ്പോഴും ഒരു വിശപ്പ് ബാക്കി നിൽക്കില്ലേ? അവർക്കെങ്ങനെയാണ് ഇങ്ങനെ ജീവിക്കാൻ കഴിയുന്നത്? അപ്പോ ഈ 80% എന്നത് അങ്ങനെ കൃത്യമായി അളക്കാൻ കഴിയില്ല. അതൊരു മാനസികാവസ്ഥയാണ്. പൂർണ്ണമായും വയറ് നിറഞ്ഞു എന്ന തോന്നലുണ്ടാകുന്നതിന് തൊട്ടുമുമ്പ് ഭക്ഷണം നിർത്തുക. അതിനു പിന്നിൽ എന്തെങ്കിലും ശാസ്ത്രീയ കാരണമുണ്ടോ? ഉണ്ട്. നമ്മൾ വയറ് നിറയെ ഭക്ഷണം കഴിക്കുമ്പോൾ ആ അധിക ഭക്ഷണം ദഹിപ്പിക്കാൻ നമ്മുടെ ശരീരം ഒരുപാട് ഊർജം ചെലവാക്കണം. ഇത് ഉപാപചയ പ്രവർത്തനങ്ങളെ, അതായത് മെറ്റബോളിസത്തെ ഭയങ്കരമായി സ്ട്രെസ്സിലാക്കും. നേരത്തെ പറഞ്ഞ ആ ഫ്രീ റാഡിക്കലുകൾ കൂടുതലായി ഉണ്ടാകുമോ? കൃത്യമായിട്ട്. കാലറി നിയന്ത്രിക്കുന്നത് ആയുസ് കൂടുമെന്ന് തെളിയിക്കപ്പെട്ടതാണ്. അമേരിക്കക്കാർ ദിവസവും 2200 മുതൽ 3300 വരെ കാലറി കഴിക്കുമ്പോൾ ഒക്കിനാവക്കാർ വെറും 1800നും 1900നും ഇടയിൽ കാലറിയേ കഴിക്കുന്നുള്ളൂ. അതെയോ? അത്രയും കുറച്ചാണോ? അപ്പോ ഇത് നമ്മൾ എങ്ങനെ പ്രായോഗികമാക്കും? വിശപ്പ് മാറും മുൻപ് പ്ലേറ്റ് മാറ്റിവെക്കാൻ വലിയൊരു ഇച്ഛാശക്തി വേണ്ടേ? അതിന് അവരൊരു സൂത്രപ്പണി ചെയ്യുന്നുണ്ട്. അവർ വളരെ ചെറിയ പാത്രങ്ങളിലാണ് ഭക്ഷണം വിളമ്പുന്നത്. ഓ, അപ്പൊ തലച്ചോറിനെ പറ്റിക്കുകയാണല്ലേ? അതെ, വലിയ പ്ലേറ്റിൽ കുറച്ചു വെക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ കുറച്ചേ കഴിച്ചുള്ളൂ എന്ന്. എന്നാൽ ചെറിയ പ്ലേറ്റിലാകുമ്പോൾ നമ്മളൊരു മുഴുവൻ പ്ലേറ്റ് ഭക്ഷണം കഴിച്ചു എന്നൊരു സംതൃപ്തി തലച്ചോറിന് കിട്ടും. കൊള്ളാം, നല്ല ഐഡിയ. പിന്നെ മധുരക്കിഴങ്ങ്, ടോഫു, മത്സ്യം ഒക്കെയാണല്ലോ അവരുടെ പ്രധാന ഭക്ഷണം. അതെ, പച്ചക്കറികളും കുറച്ച് പന്നിയിറച്ചിയും ഉൾപ്പെടും. ശരി, ഭക്ഷണത്തിന്റെ കാര്യം മനസ്സിലായി. വയറ് നിറയെ കഴിക്കാതിരിക്കുന്നത് ആയുസ് കൂട്ടും. പക്ഷേ ഈ സ്രോതസ്സുകൾ പറയുന്ന മറ്റൊരു കാര്യം എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി. എന്താണത്? സുഹൃത്തുക്കൾ ആയുസ് കൂട്ടുമെന്ന്. ഒക്കിനാവയിലെ മോവായികളെക്കുറിച്ച് ഇതിൽ വളരെ വിശദമായി പറയുന്നുണ്ട്. മോവായികൾ അവിടെ വളരെ പ്രധാനമാണ്. എനിക്കറിയേണ്ടത് വൈകുന്നേരം സുഹൃത്തുക്കളോടൊപ്പം വെറുതെ ചായ കുടിക്കുന്നതും സംസാരിക്കുന്നതും എങ്ങനെയാണ് ഒരാളുടെ ആയുസ് 10-20 വർഷം കൂട്ടുന്നത്? ഇതിനും എന്തെങ്കിലും ജീവശാസ്ത്രപരമായ കാരണങ്ങളുണ്ടോ? പൂർണ്ണമായുമുണ്ട്. ആധുനിക വൈദ്യശാസ്ത്രം പറയുന്നത് ഏകാന്തത എന്നത് ദിവസം 15 സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമായ ദോഷം ചെയ്യുമെന്നാണ്. 15 സിഗരറ്റോ? അത്രയും ഭീകരമാണോ ഒറ്റപ്പെടൽ? അതെ. നമ്മൾ ഒറ്റയ്ക്കാകുമ്പോഴോ എന്തെങ്കിലും സാമ്പത്തിക അരക്ഷിതാവസ്ഥ വരുമ്പോഴോ നമ്മുടെ തലച്ചോറ് നിരന്തരമായൊരു ഭയത്തിലായിരിക്കും. ഇത് കോർട്ടിസോൾ പോലെയുള്ള സ്ട്രെസ് ഹോർമോണുകൾ കൂട്ടും. ഓ, ഈ കോർട്ടിസോൾ ശരീരത്തിൽ എപ്പോഴും കൂടുതലായി നിന്നാൽ അത് കുഴപ്പമാണല്ലേ? വലിയ കുഴപ്പമാണ്. അത് കോശങ്ങളിൽ വീക്കം, എന്നുവച്ചാൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. ഹൃദ്രോഗത്തിനും ക്യാൻസറിനുമൊക്കെ ഇത് കാരണമാകും. ഇവിടെയാണ് മോവായുടെ പ്രസക്തി. അപ്പോ ഈ മോവായ് എന്ന് പറയുന്നത് ഒരേ താൽപ്പര്യങ്ങളുള്ള ആളുകൾ ഒത്തുചേരുന്നതാണോ? അതെ. അവർ മാസം തോറും ഒരു ചെറിയ തുക നിക്ഷേപിക്കും. ഒരുമിച്ച് സമയം ചെലവഴിക്കും. ആർക്കെങ്കിലും ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ ഈ ഫണ്ടിൽ നിന്ന് പണം കൊടുക്കും. അതായത് ഇതൊരു വെറും ചായ കുടിക്കാനുള്ള കൂട്ടായ്മ മാത്രമല്ല, സാമ്പത്തികമായൊരു സുരക്ഷാ വലയം കൂടിയാണ്. കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. അപ്പോ എന്റെ ഭാവി സുരക്ഷിതമാണ്, എനിക്ക് എന്ത് സംഭവിച്ചാലും എന്റെ കൂടെ നിൽക്കാൻ എന്റെ സുഹൃത്തുക്കൾ ഉണ്ടോ എന്ന തോന്നൽ തലച്ചോറിലെ സ്ട്രെസ് സ്വിച്ച് ഓഫ് ചെയ്യുമല്ലേ? അതെ. തലച്ചോറിലെ അമിഗ്ഡല എന്ന ആ ഭയത്തിന്റെ കേന്ദ്രം ശാന്തമാകും. അവർ ഒത്തുചേരുമ്പോൾ സന്തോഷത്തിന്റെ ഹോർമോണുകളായ ഓക്സിറ്റോസിനും സെറോട്ടോണിനും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യും. അപ്പം നമ്മൾ ശാരീരിക ആരോഗ്യത്തെക്കുറിച്ചും സുഹൃത്തുക്കളെക്കുറിച്ചും സംസാരിച്ചു. ശരിയാണ്. പക്ഷെ ഇതൊന്നും പോരാതെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേൽക്കാൻ അവർക്കൊരു കാരണം വേണമല്ലോ. അവിടെയാണ് ഇവരുടെ മാനസികാവസ്ഥ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. ഇക്കിഗായ് എന്ന ആശയത്തിന്റെ കേന്ദ്രം തന്നെ അതാണ്. അതെ, വാർദ്ധക്യം ഒഴിവാക്കുക എന്നതിലുപരി എന്തിനാണ് കൂടുതൽ കാലം ജീവിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. മനഃശാസ്ത്രജ്ഞനായ വിക്ടർ ഫ്രാങ്ക്ലിന്റെ ലോഗോ തെറാപ്പി എന്ന ആശയമാണ് ഇതിലടുത്തതായി വരുന്നത്. ഫ്രാങ്ക്ലിന്റെ നിരീക്ഷണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മനുഷ്യന്റെ പല മാനസിക പ്രശ്നങ്ങളുടെയും കാരണം അവരുടെ ജീവിതത്തിന് അർത്ഥമില്ല എന്ന തോന്നലാണെന്ന് അദ്ദേഹം പറയുന്നു. ഈ എക്സിസ്റ്റൻഷ്യൽ ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്ന അവസ്ഥ. അതെ. ഫ്രാങ്ക്ലിൻ ആ നാസി കോൺസെൻട്രേഷൻ ക്യാമ്പിൽ അതിജീവിച്ച വ്യക്തിയാണല്ലോ.
അവിടെ അദ്ദേഹം കണ്ടത് ഭയങ്കരമായ ഒരു സത്യമാണ്. എന്തായിരുന്നു അത്? ശാരീരികമായി ആരോഗ്യമുള്ളവരല്ല, മറിച്ച് ജീവിക്കാൻ എന്തെങ്കിലും ഒരു ലക്ഷ്യം മനസ്സിൽ സൂക്ഷിച്ചിരുന്നവരാണ് ആ നരകത്തിൽ നിന്ന് ജീവനോടെ പുറത്തുവന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ സ്രോതസ്സുകളിൽ ഫ്രാങ്ക്ലിന്റെ ക്ലിനിക്കിൽ വന്ന ഒരു രോഗിയുടെ കഥ പ്രത്യേകം പറയുന്നുണ്ട്. എനിക്കത് വളരെ പ്രിയപ്പെട്ട ഒരു ഭാഗമാണ്. വൃദ്ധനായ ഡോക്ടറുടെ കഥയല്ലേ? അതെ. തന്റെ ഭാര്യ മരിച്ചതിന്റെ ദുഃഖത്തിൽ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച ഒരു ഡോക്ടർ. ആ കഥ എന്നെ വല്ലാതെ സ്പർശിച്ചു. ഫ്രാങ്ക്ലിൻ ആ ഡോക്ടറോട് ചോദിച്ച ചോദ്യം വളരെ അർത്ഥവത്താണ്. വലിയ മാനസിക വേദന അനുഭവിച്ചേനെന്ന്. അപ്പോൾ ഫ്രാങ്ക്ലിൻ കൊടുത്ത മറുപടിയാണ് ഗംഭീരം. കണ്ട ഡോക്ടർ, നിങ്ങളുടെ ഭാര്യയെ ആ വേദനയിൽ നിന്ന് നിങ്ങൾ രക്ഷിച്ചു. അവൾ അനുഭവിക്കേണ്ടിയിരുന്ന ദുഃഖം ഇപ്പോൾ നിങ്ങൾ അവൾക്ക് വേണ്ടി ഏറ്റെടുത്തിരിക്കുകയാണെന്ന്. സത്യം. ആ ഒറ്റ നിമിഷത്തിൽ ആ ഡോക്ടറുടെ ദുഃഖത്തിന് ഒരു അർത്ഥം കൈവന്നു. അദ്ദേഹത്തിന്റെ വേദന ഒരു ത്യാഗമായി മാറി. സ്വന്തം ജീവിതത്തിന് വീണ്ടും അർത്ഥമുണ്ടായി. അപ്പോൾ ലോഗോതെറാപ്പി മനുഷ്യനെ ഭൂതകാലത്തിലെ പ്രശ്നങ്ങളിൽ നിന്ന് മാറ്റി ഭാവിയുടെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത് ഇങ്ങനെയാണല്ലേ? അതെ. എന്നാൽ ഇതിന് സമാന്തരമായി ജപ്പാനിൽ തന്നെ രൂപപ്പെട്ട മറ്റൊരു ചികിത്സാരീതിയുണ്ട്, മൊറിറ്റ തെറാപ്പി. അതെന്താണ്? പാശ്ചാത്യ രീതികൾ പലപ്പോഴും നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനോ മാറ്റാനോ ആണ് ശ്രമിക്കുന്നത്. എന്നാൽ മൊറിറ്റ തെറാപ്പി വികാരങ്ങളെ മാറ്റാൻ ശ്രമിക്കുന്നില്ല. പകരം അവയെ അംഗീകരിച്ചുകൊണ്ട് സ്വന്തം കർമ്മങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് പഠിപ്പിക്കുന്നത്. എന്നുവെച്ചാൽ മൊറിറ്റ തെറാപ്പി വിശദീകരിക്കാൻ ഇതിലൊരു ഉപമ ഉപയോഗിച്ചിട്ടുണ്ട്. ആ കുറ്റിയിൽ കെട്ടിയിട്ട കഴുതയുടെ കഥ. അതെ, അതൊരു മികച്ച ഉദാഹരണമാണ്. അതായത് ഒരു കഴുതയെ ഒരു കുറ്റിയിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അത് കുതിരാൻ ശ്രമിക്കുന്നതോറും കയർ കൂടുതൽ മുറുകിക്കൊണ്ടിരിക്കും. നമ്മൾ സങ്കടം മാറ്റാൻ ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നതും ഇതാണല്ലേ? കൃത്യമായിട്ട്. നമ്മുടെ ശ്രദ്ധ മുഴുവൻ ആ സങ്കടത്തിലാവും. അപ്പോ മൊറിറ്റ തെറാപ്പി പറയുന്നത് ആ കയർ അഴിക്കാനല്ല, പകരം ആ കഴുതയെക്കൊണ്ട് അവിടെ കിടക്കുന്ന പുല്ല് തീറ്റിക്കാൻ ശ്രമിക്കുക എന്നാണ്. സങ്കടം അവിടെ നിൽക്കട്ടെ, നിങ്ങൾ ആ നിമിഷം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നാണ്. അതെ. പക്ഷേ ഇത് പ്രായോഗികമായി എങ്ങനെയാണ് സാധ്യമാവുക? സങ്കടം വരുമ്പോൾ അത് മാറ്റാതെ എങ്ങനെ ജോലി ചെയ്യാൻ കഴിയും? അതിനെ കാലാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുക. ഇന്ന് മഴ പെയ്യും, നാളെ വെയിലുദിക്കും. നമുക്ക് കാലാവസ്ഥയെ നിയന്ത്രിക്കാൻ കഴിയില്ലല്ലോ. ഇല്ല, അതതിന്റെ പാട്ടിന് നടക്കും. അതുപോലെ തന്നെയാണ് വികാരങ്ങളും. ഉത്കണ്ഠയോ സങ്കടമോ വരുമ്പോൾ അതിനോട് പൊരുതാൻ നിൽക്കണ്ട. അത് സ്വാഭാവികമാണെന്ന് അംഗീകരിക്കുക. എന്നിട്ട് സ്വയം ചോദിക്കുക, ഈ നിമിഷത്തിൽ ഞാൻ എന്തു ചെയ്യണം? കർമ്മത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഇതാണല്ലേ ഇക്കിഗായ് കണ്ടെത്താനുള്ള പടി? അതെ. വികാരങ്ങളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ ഊർജം കളയാനേ ഉപകരിക്കൂ. ശരി. അങ്ങനെ നമ്മളൊരു കർമ്മം ചെയ്യാൻ തീരുമാനിച്ചു എന്നിരിക്കട്ടെ. അത് വെറുതെ ചെയ്താൽ പോരല്ലോ, അതിൽ പൂർണ്ണമായും മുഴുകണം. ഇതിനെയാണ് ആ മനഃശാസ്ത്രജ്ഞൻ മിഹാലി സിക്സെൻമിഹാലി ഫ്ലോ എന്ന് വിളിക്കുന്നത്. ഫ്ലോ സ്റ്റേറ്റ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതെ, ഒരു ജോലിയിൽ പൂർണ്ണമായും മുഴുകുമ്പോൾ സമയം പോകുന്നതറിയാത്ത ബാഹ്യലോകത്തെ മറന്നുപോകുന്ന അവസ്ഥ. നമ്മളൊരു നല്ല സിനിമ കാണുമ്പോഴോ വരയ്ക്കുമ്പോഴോ ഒക്കെ ഇത് അനുഭവിക്കാറില്ലേ? നമ്മുടെ ചുറ്റും എന്ത് നടക്കുന്നു എന്ന് നമ്മൾ അറിയില്ല. ആ ഫ്ലോ സ്റ്റേറ്റിലെത്തുമ്പോൾ നമ്മുടെ തലച്ചോറിന് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ? ഇല്ല, എന്താണ്? നമ്മുടെ തലച്ചോറിലെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സിന്റെ പ്രവർത്തനം താൽക്കാലികമായി കുറയുന്നു. ഇതാണ് നമ്മുടെ ഉള്ളിലിരുന്ന് നമ്മളെ തന്നെ നിരന്തരം വിമർശിക്കുന്ന ആ ആന്തരിക ശബ്ദം. ഈ ശബ്ദമില്ലാതാകുമ്പോൾ നമ്മൾ പൂർണ്ണമായും ആ നിമിഷത്തിൽ ലയിക്കും. അങ്ങനെയാണോ? അതെ. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ കഴിവുകൾക്കും ചെയ്യുന്ന ജോലിയുടെ കാഠിന്യത്തിനുമിടയിലുള്ള ഒരു കൃത്യമായ സന്തുലിതാവസ്ഥയിലാണ് ഈ ഫ്ലോ ഉണ്ടാകുന്നത്. എന്നുവെച്ചാൽ ജോലി വളരെ എളുപ്പമാണെങ്കിൽ നമുക്ക് മടുപ്പ് തോന്നും, അല്ലേ? അതെ. ബുദ്ധിമുട്ടാണെങ്കിൽ ഉത്കണ്ഠ തോന്നും. ഈ രണ്ടവസ്ഥകൾക്കും ഇടയിലുള്ള ആ ചെറിയ അതിർവരമ്പിലാണ് ഫ്ലോ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ ഫ്ലോ ഇല്ലാതാക്കുന്ന പ്രധാന വില്ലൻ ആരാണെന്ന് സ്രോതസ്സുകൾ കൃത്യമായി പറയുന്നുണ്ടല്ലേ? മൾട്ടി ടാസ്കിംഗ്. അതെ. നമ്മളൊക്കെ വലിയ ആളുകളാണെന്ന് കാണിക്കാൻ ഒരേ സമയം പല ജോലികൾ ചെയ്യുന്നവരാണ്. ഇമെയിൽ നോക്കിക്കൊണ്ട് ഭക്ഷണം കഴിക്കുക, ഫോണിൽ സംസാരിച്ചുകൊണ്ട് വണ്ടി ഓടിക്കുക. ഇതൊരു വലിയ കഴിവായിട്ടാണല്ലോ നമ്മൾ കരുതിയിരുന്നത്. ശരിയാണ്. പക്ഷേ ഈ ഡേറ്റ പറയുന്നത് മൾട്ടി ടാസ്കിംഗ് നമ്മുടെ ഉൽപ്പാദനക്ഷമത 60% കുറയ്ക്കുകയാണ് ചെയ്യുന്നത് എന്നാണ്. അതെയോ? ഒരു മീറ്റിംഗിനിടയിൽ ഞാൻ വെറുതെ ഫോൺ നോക്കുമ്പോൾ എന്റെ ഉൽപ്പാദനക്ഷമത ഇത്രത്തോളം കുറയുന്നുണ്ടോ? അതെ. സ്റ്റാൻഫോർഡ് സർവകലാശാലയിലെ ഒരു പഠനം ഇക്കാര്യം വളരെ വ്യക്തമായി തെളിയിക്കുന്നുണ്ട്. അവർ വിദ്യാർത്ഥികളെ 2 സംഘങ്ങളായി തിരിച്ചു. സ്ഥിരമായി മൾട്ടി ടാസ്കിംഗ് ചെയ്യുന്നവരും ചെയ്യാത്തവരും.
എന്നിട്ടോ? എന്നിട്ട് അവർക്ക് ചുവപ്പും നീലയും അമ്പടയാളങ്ങളും സ്ക്രീനിൽ കാണിച്ചിട്ട് ചുവപ്പ് മാത്രം എണ്ണാൻ പറഞ്ഞു. അത്ഭുതകരമെന്ന് പറയട്ടെ, സ്ഥിരമായി മൾട്ടി ടാസ്കിംഗ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അത് കൃത്യമായി ചെയ്യാൻ കഴിഞ്ഞില്ല. ഓ, അവർ നീല അമ്പടയാളങ്ങൾ കണ്ട് ശ്രദ്ധ മാറിപ്പോയോ? അതെ, അവരുടെ തലച്ചോറ് എല്ലാ ചെറിയ അസ്വസ്ഥതകളോടും പ്രതികരിക്കാൻ ശീലിച്ചു പോയിരുന്നു. അതുകൊണ്ട് ഫ്ലോ അനുഭവിക്കാൻ നമ്മൾ ഒരൊറ്റ കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന അന്തരീക്ഷമുണ്ടാക്കണം. ഇതിന് ഏറ്റവും വലിയ ഉദാഹരണമായി ജപ്പാനിലെ കരകൗശല വിദഗ്ധരായ ഠാക്കുമികളെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ആനിമേഷൻ ലോകത്തെ ഇതിഹാസമായ സ്റ്റുഡിയോ ഗിബ്ലിയുടെ ഹയാവോ മിയാസാക്കി. വലിയൊരു കലാകാരനാണ് അദ്ദേഹം. അതെ, ഈ ഡിജിറ്റൽ യുഗത്തിൽ കമ്പ്യൂട്ടറുകളെല്ലാം എളുപ്പമാക്കിയിട്ടും അദ്ദേഹം പൂർണ്ണമായും കൈകൊണ്ട് വരച്ചാണ് സിനിമകളുണ്ടാക്കുന്നത്. ഞായറാഴ്ചകളിൽ പോലും ഓഫീസിൽ വന്ന് വരച്ചോണ്ടിരിക്കും. അതെ, അതവരുടെ ഒരു ഡെഡിക്കേഷനാണ്. പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോ വലിയ കലാകാരന്മാർക്ക് ഫ്ലോ കണ്ടെത്താൻ എളുപ്പമാണെന്ന് തോന്നും. എന്നാൽ എന്നെപ്പോലെയുള്ള സാധാരണക്കാർ രാവിലെ എഴുന്നേറ്റ് പാത്രം കഴുകാനും തുണി അലക്കാനും ഒക്കെ നിൽക്കുമ്പോ എങ്ങനെ ഫ്ലോ കണ്ടെത്തും? ഇതിലൊരു കലയുമില്ലല്ലോ. അവിടെയാണ് മൈക്രോഫ്ലോ എന്ന ആശയം കടന്നുവരുന്നത്. മൈക്രോഫ്ലോയോ? അതെന്താണ്? വിരസമായ ജോലികൾ പോലും രസകരമാക്കുന്ന രീതി. ഉദാഹരണത്തിന്, മൈക്രോസോഫ്റ്റ് സ്ഥാപകൻ ബിൽ ഗേറ്റ്സ് എല്ലാ ദിവസവും രാത്രി പാത്രങ്ങൾ കഴുകുന്നത് ആസ്വദിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിൽ ഗേറ്റ്സ് പാത്രം കഴുകുമോ? അതും ആസ്വദിച്ച്? അതെ, അതിലൊരു താളമുണ്ട്. ആ സോപ്പ് വെള്ളം, പാത്രങ്ങൾ അടുക്കിവെക്കുന്ന രീതി, അതൊക്കെ അദ്ദേഹം ആസ്വദിക്കുന്നു. അതുപോലെ നോബൽ സമ്മാന ജേതാവായ ഫിസിക്സ് ശാസ്ത്രജ്ഞൻ റിച്ചാർഡ് ഫെയ്ൻമാൻ തന്റെ ഓഫീസ് ചുവരുകൾ സ്വന്തമായി പെയിന്റ് ചെയ്യുന്നത് വലിയൊരു ആവേശമായി കണ്ടിരുന്നു. അപ്പോ വലിയ ലക്ഷ്യങ്ങളെക്കാൾ ദൈനംദിന ചിട്ടകൾക്ക് പ്രാധാന്യം നൽകുന്നത് സന്തോഷം കൂടുമല്ലേ? തീർച്ചയായും ചടങ്ങുകൾക്കാണ്, അഥവാ റിച്വൽസിനാണ് കൂടുതൽ പ്രാധാന്യം. ഇതിൽ ടോക്കിയോയിലെ ഒരു സൂപ്പർമാർക്കറ്റിലെ എലിവേറ്റർ പ്രവർത്തിപ്പിക്കുന്ന ഒരു സ്ത്രീയുടെ കഥ പറയുന്നുണ്ട്. വെറും ഒരു ബട്ടൺ അമർത്തുക എന്നത് ലോകത്തിലെ ഏറ്റവും വിരസമായ ജോലിയായിരിക്കാം. അതെ. പക്ഷേ അവർ അതൊരു നൃത്തം പോലെ വളരെ മനോഹരമായ ഒരു ചടങ്ങായിട്ടാണ് ചെയ്യുന്നത്. വരുന്നവരോട് ചിരിക്കുന്നു, കൃത്യമായ താളത്തിൽ കൈകൾ ചലിപ്പിക്കുന്നു. അപ്പോ ഈ മൈക്രോഫ്ലോ എന്നത് വിരസമായ ഒരു വീട്ടുജോലിയെ ഒരു വീഡിയോ ഗെയിം കളിക്കുന്നതുപോലെ രസകരമാക്കുന്നതാണല്ലേ? കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ. ഓരോ തവണയും കുറച്ചുകൂടി നന്നായി, ഭംഗിയായി ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഗെയിം. ഫലത്തേക്കാൾ ആ പ്രക്രിയയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ശരിയാണ്. നമ്മളെപ്പോഴും ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ ആ ലക്ഷ്യം നേടുന്നതുവരെ നമ്മൾ അസന്തുഷ്ടരായിരിക്കും. ലക്ഷ്യം നേടിയാലോ കുറച്ച് സമയത്തേക്ക് സന്തോഷം തോന്നും, പിന്നെ അടുത്ത ലക്ഷ്യത്തിലേക്ക് ഓടും. അതെ, എന്നാൽ ആ പ്രക്രിയയെ ആസ്വദിച്ചാൽ ഓരോ നിമിഷവും സന്തോഷം നിറഞ്ഞതായിരിക്കും. ഇതാണ് ഒക്കിനാവയിലെ ആളുകൾ ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ഒഗിമി ഗ്രാമവാസികൾ. അവർക്ക് ഈ ഫ്ലോയും സ്ട്രെസ് മാനേജ്മെന്റുമൊന്നും പുസ്തകത്തിൽ നിന്നല്ല കിട്ടിയത്. അത് അവരുടെ ജീവിതമാണ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ശാസ്ത്രവും തത്വചിന്തയും എല്ലാം ഒത്തുചേരുന്ന സ്ഥലമാണ് ആ ഗ്രാമം. ഈ സ്രോതസ്സുകളിലെ ഗവേഷകർ അവിടെ പോയി 100 കടന്നവരുമായി നടത്തിയ സംഭാഷണങ്ങൾ ശരിക്കും അതിശയിപ്പിക്കുന്നതാണ്. അതെ, അവരുടെ ഊർജം അപാരമാണ്. 104 വയസ്സുള്ളൊരു സ്ത്രീ അവിടെ ഗേറ്റ് ബോൾ കളിക്കുന്നു. 88 വയസ്സുള്ള യുക്കി എന്ന സ്ത്രീ ഇപ്പോഴും കാർ ഓടിച്ചു നടക്കുന്നു. അവർക്കൊന്നും പ്രായമൊരു തടസ്സമേ അല്ല. അവരുമായി നടത്തിയ അഭിമുഖങ്ങളിൽ എനിക്ക് ഏറ്റവും അത്ഭുതം തോന്നിയത് അവരുടെ ചില വിശ്വാസങ്ങളാണ്. യാൻബാറു കാടുകളിലെ ആ ബുനകായ സ്പിരിറ്റുകളെക്കുറിച്ചുള്ള വിശ്വാസമല്ലേ? അതെ, പ്രകൃതിയിൽ ജീവനുണ്ടെന്നും അത് നമ്മെ സംരക്ഷിക്കുന്നുണ്ടെന്നും അവർ വിശ്വസിക്കുന്നു. ആ വിശ്വാസം അവരെ പ്രകൃതിയുമായി ഇഴുകിച്ചേർന്ന് ജീവിക്കാൻ സഹായിക്കുന്നു. മറ്റൊന്ന് മാബുയി എന്ന ആശയമാണ്. ഓരോ വ്യക്തിക്കും മാബുയി എന്നൊരു ആത്മാവ് അഥവാ ജീവശക്തിയുണ്ടെന്നും നമ്മൾ മറ്റൊരാളോട് സ്നേഹത്തോടെ ഇടപെടുമ്പോൾ ആ ജീവശക്തി അവരിലേക്കും പകരാമെന്നുമാണ് അവരുടെ വിശ്വാസം. ഓ, അതെത്ര മനോഹരമായൊരു ചിന്തയാണ്. ഇത് അവരുടെ സാമൂഹിക ബന്ധങ്ങളെ ഭയങ്കരമായി ദൃഢമാക്കുമല്ലോ. അതെ, പിന്നെ യുയിമാരു അഥവാ ഒരുമിച്ചുള്ള പ്രവർത്തനം അവരുടെ ജീവവായുവാണ്. വീട് പണിയുന്നത് മുതൽ കൃഷി ചെയ്യുന്നതുവരെ അവർ ഒന്നിച്ചു ചെയ്യുന്നു. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ ജീവിതത്തിൽ റിട്ടയർമെന്റ് എന്നൊരു വാക്കുപോലുമില്ല. അതെ, അവർക്കെപ്പോഴും എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം.
സ്വന്തമായി പച്ചക്കറിത്തോട്ടമുണ്ട്, അവിടെ അവർ ദിവസവും പണിയെടുക്കുന്നു, അതവരെ ശാരീരികമായി കർമ്മനിരതരാക്കുന്നു, അതോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം പാട്ടുപാടുന്നു, നൃത്തം ചെയ്യുന്നു. ഇതാണ് അവരുടെ യഥാർത്ഥ സമ്പത്ത് എന്ന് പറയുന്നത്. അതെ, അപ്പോ 100 വയസ്സ് താണ്ടാനുള്ള അവരുടെ ആരോഗ്യരഹസ്യം കോടികൾ വിലയുള്ള മരുന്നുകളിലല്ല, ഭയമില്ലാതെ എപ്പോഴും പുഞ്ചിരിച്ചുകൊണ്ട് പ്രകൃതിയോടും മനുഷ്യരോടും ചേർന്ന് നിൽക്കുന്നതിലാണ്. സത്യം. ഓരോ ദിവസവും അവർക്ക് ജീവിക്കാൻ ചെറിയ ചെറിയ കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ അവർ സ്വയം കണ്ടെത്തുന്നതാണ്. അതെ. തീർച്ചയായും. അപ്പോ നമ്മൾ ഈ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് പഠിച്ചെടുത്ത വിവരങ്ങൾ ഒന്ന് സംഗ്രഹിച്ചു നോക്കാം. വാർദ്ധക്യത്തെ തോൽപ്പിക്കാനുള്ള ഇക്കിഗായി എന്നത് ഒരു ഡോക്ടർ കുറിച്ചു തരുന്ന മരുന്നോ ഡയറ്റ് പ്ലാനോ അല്ല. അല്ല. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് അല്പം കുറയ്ക്കുക, നമ്മുടെ ഉപാപചയ പ്രവർത്തനങ്ങളെ ശാന്തമാക്കുക, ഒറ്റപ്പെടലിൽ നിന്ന് മാറി സുഹൃത്തുക്കളുടെ ഒരു വലയം തീർക്കുക. അത് നമ്മുടെ സ്ട്രെസ് ഹോർമോണുകളെ ഇല്ലാതാക്കും. ശരിയാണ്. പിന്നെ മൾട്ടി ടാസ്കിംഗ് എന്ന തെറ്റിദ്ധാരണയിൽ നിന്നും മാറി ഒരു സമയം ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ആ പ്രക്രിയയെ ആസ്വദിക്കുക. ഭൂതകാലത്തിലെ ദുഃഖങ്ങളിൽ കുടുങ്ങിക്കിടക്കാതെ മുന്നോട്ടുള്ള കർമ്മങ്ങളിൽ മുഴുകുക. ഇവയെല്ലാം ശീലമാക്കിയാൽ ആയുസ്സിന്റെ കാര്യത്തിൽ നമുക്കും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞേക്കാം. വളരെ കൃത്യമായ സംഗ്രഹം. ആധുനിക ലോകത്തിന്റെ വേഗപ്പാച്ചിലിനിടയിൽ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്ന അടിസ്ഥാന പാഠങ്ങളാണിവ. നമ്മുടെ ജീവിതശൈലിയിലെ ചെറിയ മാറ്റങ്ങൾക്ക് തലച്ചോറിന്റെ ഘടനയെപ്പോലും മാറ്റിമറിക്കാൻ ശാസ്ത്രം ഇന്ന് തെളിയിക്കുന്നുണ്ട്. അപ്പോ നമ്മുടെ ഈ ആഴത്തിലുള്ള പഠനയാത്ര അവസാനിപ്പിക്കുന്നതിനു മുമ്പ് നിങ്ങൾക്ക് സ്വന്തമായി ചിന്തിക്കാൻ ഒരു വലിയ ചോദ്യം കൂടി ഞാൻ നൽകുകയാണ്. നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ ഒന്നാണ് റിട്ടയർമെന്റ്, അല്ലേ? അതെ. പെൻഷൻ പറ്റി വീട്ടിലിരിക്കാൻ എല്ലാവർക്കും കൊതിയാണ്. എന്നാൽ ഈ റിട്ടയർമെന്റ് എന്ന വാക്ക് നമ്മുടെ ഭാഷയിൽ നിന്ന് തന്നെ പൂർണ്ണമായും എടുത്തുകളഞ്ഞാൽ എന്ത് സംഭവിക്കും? വിശ്രമജീവിതം എന്നൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചിന്തിക്കും? അതൊരു വലിയ ചോദ്യം തന്നെയാണ്. നിങ്ങളുടെ ജീവിതാവസാനം വരെ സന്തോഷത്തോടെ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം മാത്രം തിരഞ്ഞെടുക്കാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാകും വരുത്തുക? നിങ്ങളുടെ യഥാർത്ഥ ഇക്കിഗായി എവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് ഇന്ന് തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ആ കണ്ടെത്തൽ ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഗതി തന്നെ മാറ്റിയേക്കാം. വരും ദിനങ്ങളിൽ കൂടുതൽ കൗതുകകരമായ വിഷയങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ദീർഘായുസ്സും സന്തോഷവും നേരുന്നു.